കരുതിയിട്ടുണ്ടാവില്ല. ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ആ വാർത്താക്കുറിപ്പ് സ്ക്രീനിൽ കാണുന്നുണ്ട്. ആ വാർത്ത എന്താണെന്ന് ആ വാർത്താക്കുറിപ്പിന്റെ ഒരു ഭാഗം വായിക്കാം. NSS SNDP ഐക്യം സംബന്ധിച്ച് 26/1/2026 ഈ ദിവസം പെരുന്നയിൽ കൂടിയ NSS ഡയറക്ടർ ബോർഡിന്റെ തീരുമാനമാണ് ആ വാർത്താക്കുറിപ്പിലുള്ളത്. പല കാരണങ്ങളാലും പലതവണ NSS SNDP ഐക്യം വിജയിക്കാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ഐക്യശ്രമം പരാജയമാകുമെന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ തന്നെ വ്യക്തമാകുന്നു. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാനും ആവില്ല. അതിനാൽ വീണ്ടും ഒരു ഐക്യം പ്രായോഗികമല്ല. പ്രത്യേകിച്ച് NSSന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും സമദൂര നിലപാട് ഉള്ളതിനാൽ മറ്റെല്ലാ സമുദായങ്ങളോടും എന്ന വണ്ണം SNDPയോടും സൗഹാർദ്ദത്തിൽ വർത്തിക്കാനാണ് NSS ആഗ്രഹിക്കുന്നത്. NSS SNDP ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. ഒപ്പ് G സുകുമാരൻ നായർ, ജനറൽ സെക്രട്ടറി, നായർ സർവീസ് സൊസൈറ്റി. KG കമലേഷ് ചേരുന്നു വിവരങ്ങളുമായി. കമലേഷ്, ഈ ഐക്യശ്രമം പരാജയമാകുമെന്ന കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാൽ തന്നെ വ്യക്തമാകുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും തമ്മിൽ എന്താണ് വ്യത്യാസം? അബ്ജോദ്, ഈ ഒരു നീക്കം, അതായത് ഒരു 14 വർഷത്തിന് ശേഷമാണ് NSSും SNDPയും നായർ ഈഴവ ഐക്യം എന്നുള്ള അപ്രതീക്ഷ നീക്കം ഉണ്ടായത്. ഒരു ദിവസം രാത്രി വെള്ളാപ്പള്ളി നടച്ചത് വ്യക്തമാക്കുകയും അതിവേഗം കൈകൊടുക്കാൻ G സുകുമാരൻ നായർ തീരുമാനിക്കുകയും ദൂതനായി തുഷാറിനെ അയക്കാനൊക്കെ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഇപ്പോൾ NSS ഡയറക്ടർ ബോർഡ് യോഗം ഐക്യം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എടുത്തത്. ഈ ഐക്യം അധികകാലം ആയുസ് ഉണ്ടാകുമെന്നുള്ള സംശയം പലരും അന്ന് ഉന്നയിച്ചിരുന്നു. പക്ഷേ ഒരു മാസമെങ്കിലും പോകുമെന്ന് എല്ലാവരും കരുതിയിരുന്നു. അന്ന് 14 വർഷം മുമ്പ് ഐക്യം കുറെ കാലം ഒരു ചർച്ചയൊക്കെ നടത്തി, പരസ്പരം ചർച്ച നടത്തി, ഒരുമിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കൈകൊടുക്കലൊക്കെ നടത്തി, പല രേഖകൾ കൈമാറി, അത്തരത്തിലുള്ള നടപടിക്ക് പോയി. ഇത് അതുപോലും ഇല്ലാതെ ദിവസങ്ങൾക്കുള്ളിൽ, എണ്ണിയാൽ ഞാൻ ദിവസം എണ്ണയായിരുന്നു, ഇപ്പൊ തന്നെ തരാം, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഐക്യ നീക്കം പൊളിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ ആത്മവിശ്വാസത്തോടെ